Hello my dear students. Communication, electronic communication. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ടെക്നിക്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. പ്രൊഡക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിനെ നമ്മൾ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ത്രൂ ചാനൽ, എയർ ഈസ് എ ചാനൽ, വാക്വം, അതുപോലെ തന്നെ കൊയാക്സൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ. അങ്ങനെ ആ സിഗ്നൽ എവിടെ എത്തുന്നു? റിസീവറിലെത്തുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. അതായത് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. നോക്കൂ, ഇതാ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ ഉണ്ടല്ലോ, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ആ വേവ് പല മെക്കാനിസം ഉണ്ട്. എയറിലൂടെ വരാം, ഗ്രൗണ്ടിൽ തട്ടി വരാം, അയോണോസ്ഫിയറിൽ തട്ടി വരാം. പല മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സംഹൗ അത് ആൻറ്റിനയിൽ എത്തുന്നു, റിസീവിങ് ആൻറ്റിന. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് റിസീവിങ് ആൻറ്റിന? റിസീവിങ് ആൻറ്റിന കൺവേർട്സ് ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ അല്ലേ? എന്താ പറഞ്ഞത്? അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈ ആൻറ്റിനയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഇൻഡ്യൂസ് സം കറണ്ട് ഇൻ ദ സർക്യൂട്ട്. കാരണം ആൻറ്റിന അങ്ങനത്തെ ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ആ സർക്യൂട്ടിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നു? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ കറണ്ട് എന്ന് പറയുമ്പോൾ ആ ഏത് ഇൻഫർമേഷനുള്ള കറണ്ടാണ്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആണ്, ഇലക്ട്രിക്കലാക്കി മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആൻറ്റിന റിസീവ് ചെയ്യുന്നു, ദെൻ അത് ആംപ്ലിഫയറിലോട്ട് വരുന്നു. കാരണം നമുക്കറിയാം വയറിലൂടെ എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് ചാൻസ് ഫോർ ലോസ്, എനർജി ലോസ്. സോ ആ എനർജി ലോസ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. അതുകൊണ്ട് ആംപ്ലിഫയർ. പക്ഷേ ആംപ്ലിഫയർ മസ്റ്റാണോ? അല്ല. കാരണം ആംപ്ലിഫയർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ എനർജി ലോസ് ഉണ്ടായാൽ അത് കോമ്പൻസേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ അയാളെ എവിടേക്ക് കൊടുക്കുന്നു? ആ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിനെ നമ്മൾ ഏതിലൂടെ പാസ് ചെയ്യുന്നു? IF സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സ്റ്റേജ്. ചില കേസുകളിൽ വയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ വയറുകൾക്കും എന്തുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഓരോ ചാനൽസിനും എന്തുണ്ട്? ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ ആ ബാൻഡ് വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയി നമ്മളെന്ത് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ചെയ്യുന്നതും ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. നമ്മളതിനെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സ്റ്റേജ് എന്നാണ് പറയുക. അത് നിങ്ങൾ ഹയർ ക്ലാസ്സുകൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നത്? ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മീഡിയത്തിൻ്റെ, അതായത് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ വരുന്ന സിഗ്നലിനെ നമുക്ക് ഒരു കാരണവശാലും കൊയാക്സൽ കേബിളിലൂടെ കടത്തിവിടാൻ കഴിയില്ല. കാരണം ഈ ബാൻഡ് വിഡ്ത്ത് പ്രോബ്ലംസ് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഫ്രീക്വൻസി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. വീണ്ടും നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ വീണ്ടും നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യും. അതാണ് IF സ്റ്റേജ്. ദെൻ ഡിറ്റക്ടറിലോട്ട് പോകും. ഈ ഡിറ്റക്ടർ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് ഡിറ്റക്ടർ സർക്യൂട്ട്? ഒന്നുമില്ല. ആക്ച്വലി നിങ്ങൾ സെമി കണ്ടക്ടർ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള പൈ ഫിൽറ്റർ ഓർമ്മയുണ്ടല്ലോ. കപ്പാസിറ്റർ ഫിൽറ്റർ അല്ലേ? കപ്പാസിറ്റർ ഫിൽറ്ററാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ആ കപ്പാസിറ്റർ ഫിൽറ്ററിൻ്റെ ആക്ഷൻ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ദെൻ നമ്മൾ ആവശ്യമെങ്കിൽ വീണ്ടും ആംപ്ലിഫയർ ഉണ്ടായിരിക്കും. ദെൻ ഔട്ട്പുട്ട് നമുക്ക് എവിടെയാണോ, ആരാണോ യൂസർ ഓഫ് അല്ലെങ്കിൽ എവിടെയാണോ ഡെസ്റ്റിനേഷൻ, അവിടേക്ക് നമ്മൾ സിഗ്നലിനെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിറ്റക്ടർ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡിറ്റക്ടർ സർക്യൂട്ട് മാത്രമാണ് NCERT ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ പോർഷൻ മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഡിറ്റക്ടർ സർക്യൂട്ട്. ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് എലമെൻറ്റ്സ് വരുന്നുണ്ട്. നോക്കൂ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്, AM വേവ്. ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്, CM ആണല്ലോ. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് വരുന്ന ഈ വേവ്. ആ വേവിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു റെക്ടിഫയറിലൂടെ കടത്തിവിടുന്നു. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ഡയോഡ് സർക്യൂട്ട്. ഡയോഡിലൂടെ കടത്തിവിടുന്നു. അതായത് ഈ സിഗ്നലിനെ നമ്മൾ ഏതിലൂടെ കടത്തിവിടുന്നു? ഡയോഡിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇഫ് യു പുട്ട് എ റെസിസ്റ്റൻസ് ദർ, എന്തായിരിക്കും ഔട്ട്പുട്ട്? അതിൻ്റെ നിങ്ങൾക്ക് അറിയാം ഒരു ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കടത്തിവിടും. നിങ്ങൾക്കറിയാം AC DC ആക്കി മാറ്റുന്ന അറേഞ്ച്മെൻ്റ് ആണല്ലോ റെക്ടിഫയർ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ നെഗറ്റീവ് പോർഷൻ കട്ട് ചെയ്ത് കളയുന്നു. ആര്? ഡയോഡ്. ഡയോഡ് ഒരു ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യും, ഒരു ഡയറക്ഷനിൽ ഇൻസുലേറ്ററായിട്ട് വർക്ക് ചെയ്യും. സെമി കണ്ടക്ടർ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചതുകൊണ്ട് ആ പോർഷൻ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ഇനിയാണ് എൻവലപ്പ് ഡിറ്റക്ടർ. അയാളെ നിങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങൾ ഫിൽട്ടർ സർക്യൂട്ട് കണ്ടില്ലേ? ഫിൽട്ടർ സർക്യൂട്ട് നമ്മൾ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് പൾസുകളാണെന്നും ആ പൾസിലേക്ക് DC യെ നമുക്ക്
പെർഫെക്റ്റ് ഡി സി ആക്കാൻ ഉപയോഗിക്കുന്ന അറേഞ്ച്മെൻറ്റാണ് ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും ആ സർക്യൂട്ട്? അതിനകത്ത് വരുന്നത് ഒരു കപ്പാസിറ്ററും അതുപോലെ തന്നെ കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യണം. കപ്പാസിറ്ററും അതുപോലെ തന്നെ പിന്നെ ആരും വരുന്നു, ഒരു റെസിസ്റ്റൻസും വരുന്നു. ഇതാണ് സർക്യൂട്ട്. ഇവിടെയാണ് നമ്മൾ ഇനി ഔട്ട്പുട്ട് എടുക്കുന്നത്. റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിഗ്നലിന് നമ്മൾ ഡയോഡിൻ്റെ ഇൻപുട്ടിൽ വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണിത്. ഈ ഔട്ട്പുട്ടാണ് നമ്മുടെ ഫിൽട്ടർ സർക്യൂട്ട്. ഫിൽട്ടർ സർക്യൂട്ടിനെയാണ് നമ്മൾ എൻവലപ്പ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഫിൽട്ടർ സർക്യൂട്ട് ഓർ എൻവലപ്പ് ഡിറ്റക്ടർ. ഓക്കെ. ഫിൽട്ടർ സർക്യൂട്ടിലോട് വരുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് അറിയാം, ഇത് ഒരു ഇമാജിനറി ലൈനാണ്, നമ്മൾ വെറുതെ വരച്ചതാണ്. അത് എൻവലപ്പ്. ആക്ച്വലി അത് സിഗ്നൽ അല്ല. സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇതാണ് സിഗ്നൽ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഇല്ല. ഇപ്പോൾ എന്താ സംഭവിക്കുക അറിയോ? ഈ ഫസ്റ്റ് പൾസ് വരുന്നു. ഈ പൾസ് വന്ന് മാക്സിമം വാല്യൂ കുറഞ്ഞ് 0. ആ മാക്സിമം വാല്യൂ വരുമ്പോൾ എന്താ സംഭവിക്കും? കപ്പാസിറ്റർ മാക്സിമം വാല്യൂവിലേക്ക് അങ്ങ് ചാർജ് ചെയ്യും. ഓക്കെ. ചാർജ് ചെയ്ത് നോക്കൂ, ഈ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ത്രൂ ഏതിലൂടെ? റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയത്ത് നിങ്ങൾ നോക്കൂ, ഒരു ഷോർട്ട് ടൈം ഇൻ്റർവെൽ വീണ്ടും അടുത്ത പൾസ് വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുക അറിയോ? ഈ റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് താഴുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? അടുത്ത പൾസ് വന്ന് കപ്പാസിറ്ററിനെ വീണ്ടും ചാർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കി എങ്ങനെ ഇരിക്കും അറിയോ? ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ വാല്യൂ, ദെൻ അടുത്ത വാല്യൂ, ദെൻ മാക്സിമം വാല്യൂ, ദെൻ അടുത്ത വാല്യൂ, അങ്ങനെ നമ്മളിതെല്ലാം കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടും. അതായത് ഈ എൻവലപ്പ് ഉണ്ടല്ലോ, ആ എൻവലപ്പ് ഒരു ഇമാജിനറി ലൈനാണ്. ആ എൻവലപ്പിൻ്റെ വാരിയേഷൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഇത്രയും നമ്മുടെ ഫിൽട്ടർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട്. അതായത് വൺസ് കപ്പാസിറ്റർ ചാർജ് ആയി കഴിഞ്ഞാൽ 0യിൽ നിന്നൊരു മാക്സിമം വാല്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കപ്പാസിറ്ററിനെ ഫുള്ളായി ഡിസ്ചാർജ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല. സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും വരുന്ന പൾസുകൾ ഉപയോഗിച്ച് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് നിർത്തും. അപ്പോൾ വൺസ് കപ്പാസിറ്റർ മാക്സിമം ചാർജിലേക്ക് എത്തിയാൽ പിന്നെ ഫർദർ മാക്സിമം വാല്യൂവിലേക്കുള്ള ചാർജിങ് മാത്രമേ ഉള്ളൂ. ഡീക്കേ ചെയ്യാനുള്ള ടൈം ഇൻ്റർവൽ കൂട്ടിയിട്ട് ഫുള്ളായി കപ്പാസിറ്റർ ഒരു കാരണവശാലും ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, എൻവലപ്പ് ഡിറ്റക്ടർ. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ആക്ച്വലി എൻവലപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് സർക്യൂട്ടാണ്? കമോൺ, എൻവലപ്പ് ഡിറ്റക്ടർ ഈസ് എ കപ്പാസിറ്റർ റെസിസ്റ്റൻസ് ഫിൽട്ടർ സർക്യൂട്ട്. ഫിൽട്ടർ സർക്യൂട്ടിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ അഗെയിൻ സെമി കണ്ടക്ടർ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, റെക്ടിഫയർ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗം നിങ്ങളൊന്നുകൂടെ വായിച്ചു നോക്കുക. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ഡിറ്റക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. ദെൻ ഫ്രീക്വൻസി മോഡുലേഷൻ. എന്താ ഫ്രീക്വൻസി മോഡുലേഷൻ? FM സ്റ്റേഷൻ എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫ്രീക്വൻസി FM സ്റ്റേഷൻ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ചാനൽസ് എന്ന് പറയുമ്പോൾ ക്ലബ് FM, റേഡിയോ മാംഗോ, കേരളത്തിൽ കേട്ടോ. നിങ്ങൾ ആ ഫ്രീക്വൻസി നോക്കിയാൽ അറിയാം, അതൊരു വാല്യൂസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരു 88 മെഗാഹെർട്സ് തൊട്ട് ഒരു 108 മെഗാഹെർട്സ് വരെയുള്ള വാല്യൂസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കമേഴ്ഷ്യൽ FM ബ്രോഡ്കാസ്റ്റ്. ഇപ്പോൾ ജനറലായിട്ട് എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ? നേരത്തെ എടുത്തതുപോലെ കാരിയർ സിഗ്നൽ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. അതായത് മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ഈസ് എ കോൺസ്റ്റൻറ്റ്. വോൾട്ടേജ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്യും. നമ്മളതിന് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ് പറയാറുള്ളത്. പീക്ക് വാല്യൂ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ്. ടൈമിനനുസരിച്ച് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് മാറി വരുന്നു. മാക്സിമം വാല്യൂവിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഫ്രീക്വൻസി മോഡുലേഷൻ ചെയ്യാൻ സർക്യൂട്ടുകളുണ്ട്. ആ സർക്യൂട്ടിലേക്ക് ഈ രണ്ട് സിഗ്നൽസും നമ്മൾ നേരത്തെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്തതുപോലെ തന്നെ ഈ രണ്ട് സിഗ്നലുകളെയും നമ്മളൊരു കോമൺ സർക്യൂട്ടിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ അയാൾ നമുക്ക് കാണിച്ചു തരുന്ന പുതിയ സിഗ്നലാണ് ദിസ് വൺ. ദിസ് ഈസ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. എന്താണ് ഫ്രീക്വൻസി മോഡുലേഷനിൽ സംഭവിക്കുന്നത്? ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ഈസ് നോൺ ആസ് ഫ്രീക്വൻസി മോഡുലേഷൻ. നോക്കൂ, ഇവിടെ ഇയാളുടെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെയും ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. നോ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ്. സോ റിമെമ്പർ, ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ഈസ് എ കോൺസ്റ്റൻറ്റ്, നോ ചേഞ്ച്. പിന്നെ എന്താണ് ചേഞ്ച് ആവുന്നത്?
ചേഞ്ച് ആവുന്നത്. സോ നിങ്ങൾ നോക്കുക, ഇവിടെ പൾസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ, ആവറേജ് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആണല്ലോ. പക്ഷേ നിങ്ങൾ ഇവിടേക്ക് വരൂ, ദാ പൾസുകൾ ഇവിടെ കം ക്ലോസ്, കണ്ടോ, ഇവിടെ ഫാർ എപ്പാർട്ട്, എഗെയിൻ കം ക്ലോസ്, ദെൻ ഫാർ എപ്പാർട്ട്. എന്താ മാറ്റം വന്നത്? ദാ ഈ ഒരു പോർഷൻ എടുത്താൽ നിങ്ങൾ നോക്കൂ, പൾസുകൾ കുറച്ച് അടുത്തേക്ക് വന്നിരിക്കുന്നു. അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഫ്രീക്വൻസി കൂടി. അതായത് ഈ ഒരു പോർഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ പോർഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടാണ് കാണുന്നത്. എന്നാൽ നെക്സ്റ്റ് നോക്കൂ, ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു അറിയാമോ നിങ്ങൾക്ക്? ദാ ഫ്രീക്വൻസി ഇവിടെ എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇവിടെ എന്തുണ്ടായി? ഫ്രീക്വൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തു. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ? ഇവിടെ എന്തുകൊണ്ടാണ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞത്? പൾസുകൾ അകലേക്ക് പോയി, വേവ് ലെങ്ത് കൂടിയ ഫ്രീക്വൻസി കുറയും. അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ചേഞ്ച് ആവുന്നതെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷനിൽ ചേഞ്ച് ആവുന്നത് പൾസുകളുടെ ഫ്രീക്വൻസിയാണ്. അതായത് കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയാണ്. നമുക്കിങ്ങനെ പറയാം, ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സിഗ്നൽ, മോഡുലേറ്റിംഗ് സിഗ്നൽ, അതായത് ഈ ഭാഗം നോക്കൂ, ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ഇൻക്രീസസ്. ദെൻ ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് ഈ പോർഷൻ, ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് നമുക്കിവിടെ ഈ പോർഷൻ, ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ, ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ഡിക്രീസസ്. യെസ്. സോ വാട്ട് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ? Frequency modulation is a kind of modulation in which frequency of the carrier wave changed in accordance with amplitude of the signal, amplitude of the modulating signal. Okay. നമുക്ക് എഫ് എമ്മിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. എൻ സി ആർ ടി ബുക്കിൽ ജസ്റ്റ് ആ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനും അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഫ്റ്റർ ദിസ് ക്ലാസ് യു ക്യാൻ കോൺടാക്ട് മീ ഓർ യു ക്യാൻ കോൺടാക്ട് അവർ ക്ലാസ് ടീച്ചർ. ഓക്കെ. ദെൻ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. അതായത് മോർ ഫ്രീക്വൻസീസ്, ഒരു ഗിവൺ സ്പെക്ട്രം, ആ സ്പെക്ട്രത്തിൽ ബാൻഡ് വിഡ്ത്ത്, ആ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ മോർ ഫ്രീക്വൻസീസിന് അറ്റ് എ ടൈം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, അല്ലെ ന്യൂസ് റീഡിങ്, ഡോക്യുമെൻ്ററീസ്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഫ്രീക്വൻസി മോഡുലേഷൻ നമ്മൾ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ കമേഴ്ഷ്യൽ എഫ് എം ബ്രോഡ്കാസ്റ്റ് 88 to 108 മെഗാ ഹെർട്സിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കമേഴ്ഷ്യൽ എഫ് എം ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ പേര് തന്നെ കമേഴ്ഷ്യൽ എഫ് എം ബ്രോഡ്കാസ്റ്റ് എന്നാണ്. അതായത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസാണ് അതിനകത്ത് വരുന്നത്. ദ മെയിൻ റീസൺ ഈസ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ബാൻഡ് വിഡ്ത്ത് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ. ദെൻ ഒരു നെഗറ്റീവ് ഉള്ളത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമുക്ക് വൈഡ് കവറേജ് ഏരിയ കിട്ടുന്നുണ്ട്. മേ ബി ഇപ്പോൾ കോഴിക്കോട് എഫ് എം സ്റ്റേഷൻ നമുക്ക് എ എം സ്റ്റേഷൻ തൃശ്ശൂരും അവൈലബിൾ ആണ്. പക്ഷേ നമുക്കറിയാം തൃശ്ശൂരുള്ള ഒരു എഫ് എം സ്റ്റേഷൻ ഒരു സെർട്ടൈൻ കിലോമീറ്റേഴ്സിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. മാക്സിമം ഒരു 10 കിലോമീറ്റർ or 12 കിലോമീറ്റർ വരെ അവൈലബിൾ ആവുള്ളൂ. അത് കഴിഞ്ഞാൽ സിഗ്നൽ സ്ട്രെങ്ത്ത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, ലോ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എഫ് എമ്മിൻ്റെ പ്രിഫറൻസിന് കാരണം ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ബാൻഡ് വിഡ്ത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ എ എം ചില സമയങ്ങളിൽ പ്രിഫർ ചെയ്യുന്നത്? കവറേജ് ഏരിയ എഫ് എമ്മിന് വളരെ കുറവാണ്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇത്രയും മാത്രം ഓർമ്മിച്ച് വയ്ക്കുക. വാട്ട് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ? മോഡുലേഷൻ ഇൻ വിച്ച് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ചേഞ്ച്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ, മോഡുലേറ്റിംഗ് സിഗ്നൽ. പൾസ് മോഡുലേഷൻ. പൾസ് മോഡുലേഷനിൽ നോക്കൂ, നമ്മുടെ അൺമോഡുലേറ്റഡ് പൾസ്, കാരിയർ ഈസ് ഇൻ ദ ഫോം ഓഫ് പൾസസ്. പൾസുകൾ എങ്ങനെ ഉണ്ടാക്കുക? നമുക്കൊരു ഗിവൺ സിഗ്നലിനെ റെഗുലർ ടൈം ഇൻ്റർവെൽ സാമ്പിൾ ചെയ്യുക. ഇപ്പോൾ ഒരു സിഗ്നൽ ലൈക്ക് ദിസ് ഇങ്ങനെ നിൽക്കുന്നു. അയാളെ ഇപ്പോൾ ഒരു ഗിവൺ ടൈം ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ടൈം ഇൻ്റർവെൽ എടുത്തു, എന്നിട്ട് നമുക്ക് സാമ്പിൾ ചെയ്യാം. എന്നിട്ട് നമ്മളിതാ ഈ വോൾട്ടേജിനെ അപ്രോക്സിമേറ്റ്ലി എന്താക്കിയെടുക്കും, കോൺസ്റ്റൻ്റ് ആക്കിയെടുക്കും. അങ്ങനെയാണ് നമ്മൾ പൾസുകൾ ജനറേറ്റ് ചെയ്യുന്നത്. അതിന് ഡിവൈസുകളുണ്ട്, ഇലക്ട്രോണിക് സർക്യൂട്ടുകളുണ്ട് പൾസുകൾ ഉണ്ടാക്കാൻ. അപ്പോൾ കാരിയർ ഈസ് ഇൻ ദ ഫോം ഓഫ് ആരായിരിക്കും? പൾസസ്. ദെൻ ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. നോക്കാം, പൾസ് മോഡുലേഷനെ നമ്മൾ മെയിൻലി രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും അതുപോലെ തന്നെ പൾസ് ടൈം മോഡുലേഷനും. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് ടൈം മോഡുലേഷൻ.
ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. ഈ പൾസ് ടൈം മോഡുലേഷനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക്. ഒന്ന് പൾസ് വിഡ്ത്ത് മോഡുലേഷനും പൾസ് വിഡ്ത്ത് പൾസ് വിഡ്ത്ത് മോഡുലേഷനും അതുപോലെ തന്നെ പൾസ് പൊസിഷൻ മോഡുലേഷനും PPM PWM. അത് പറയാം. PPM ഉണ്ട്, പൾസ് പൊസിഷൻ മോഡുലേഷനും ഉണ്ട്, പൾസ് വിഡ്ത്ത് മോഡുലേഷനും ഉണ്ട്. നമുക്ക് PAM-ലോട്ട് വരാം. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നോക്കൂ നിങ്ങൾ. സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നു നോക്കൂ. ഈ കരിയർ പൾസിൻ്റെ വിഡ്ത്തിൽ നോ ചേഞ്ച് ഇൻ വിഡ്ത്ത്. ഓക്കെ, ദെൻ 1 2 3 4 5 6 1 2 3 4 5 6 no change in frequency, no change in pulse width, no change in frequency. Then what is the change? See, during the positive half cycle of the signal, what happens? Amplitude, that is height, amplitude of the carrier pulse increases. ഇവിടെ നോക്കൂ, സിഗ്നലിൻ്റെ പീക്ക് വാല്യൂ വരുമ്പോഴാണ് പൾസ് മാക്സിമം വാല്യൂവിൽ വരുന്നത്. ദെൻ ഈ പോയിന്റിലോട്ട് വന്നു. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സി, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പൾസ് ഡിക്രീസസ്. സോ during the positive half cycle of the modulating signal, amplitude of the carrier pulse increases. During the negative half cycle of the modulating signal, amplitude of the carrier pulse decreases. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ ചേഞ്ച് ആവുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ ഡിക്രീസ് ചെയ്യുന്നു, ദെൻ എഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ ഡിക്രീസ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഒരു പൾസ് അല്ലെങ്കിൽ ഈ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് നമ്മുടെ റിസീവറിലെത്തിയാൽ അതിനകത്ത് സർക്യൂട്ട്സ് ഉണ്ട്. ആ സർക്യൂട്ടിന് മനസ്സിലാക്കാൻ കഴിയും, പൾസിൻ്റെ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കൂടിക്കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്നത് ആരാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. എന്നാൽ പൾസിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരുന്നു എന്നുള്ള മീനിങ് എന്താണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അത് ഡിറ്റക്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ടായിരിക്കും, അതായത് റിസീവർ സർക്യൂട്ടിൽ ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് അബൌട്ട് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇനി രണ്ടെണ്ണം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, PPM-ഉം PWM-ഉം. നോക്കാം. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, അതായത് പൾസ് മോഡുലേഷൻ ഉണ്ടായിരുന്നു. പൾസ് മോഡുലേഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സെക്കൻഡ് കാറ്റഗറി പൾസ് ടൈം മോഡുലേഷൻ. ഈ പൾസ് ടൈം മോഡുലേഷനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതെല്ലാം? ഫസ്റ്റ് വൺ പൾസ്, ഇവിടെ നമ്മൾ പറയാൻ പോകുന്നു പൾസ് വിഡ്ത്ത് മോഡുലേഷൻ PWM. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നും അതിനെ നമ്മൾ പൾസ് ഡ്യൂറേഷൻ മോഡുലേഷൻ എന്നും പറയാറുണ്ട്, PDM എന്നും പറയാറുണ്ട് കേട്ടോ. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ നോക്കൂ. സിഗ്നൽ 1 2 3 4 5 6 1 2 3 4 5 6. എന്താ മീനിങ്? നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഹൈറ്റ്, ഹിയർ അഗെയിൻ ഹൈറ്റ് remains the same. So no change in frequency, no change in amplitude. Then what is the change? See, നോക്കൂ, ഇവിടെ തന്നെ വിഡ്ത്ത് ദിസ് മച്ച്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, വിഡ്ത്ത് കൂടി. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ വിഡ്ത്ത് കൂടുതലല്ലേ? ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ വിഡ്ത്ത് കൂടുതലല്ലേ? ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നോക്കൂ, ഈ പൾസിനെ നോക്കൂ, അയാളുടെ വിഡ്ത്ത് കുറഞ്ഞു. പേര് പോലെ വിഡ്ത്ത് മോഡുലേഷൻ. During the positive half cycle of the signal, width of the carrier pulse increases. During the negative half cycle of the modulating signal, width of the carrier pulse decreases. That is pulse width modulation. Okay? Last one, pulse modulation, last one. For pulse modulation classified into pulse amplitude modulation and pulse time modulation. പൾസ് ടൈം മോഡുലേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞു, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പറഞ്ഞു. ലാസ്റ്റ് വൺ പൾസ് പൊസിഷൻ മോഡുലേഷൻ, PPM. പൾസ് പൊസിഷൻ മോഡുലേഷൻ. എന്താണ് പൾസ് പൊസിഷൻ മോഡുലേഷൻ? നോക്കൂ, 1 2 3 4 5 6 1 2 3 4 5 6. ദെൻ വാട്ട് ഈസ് ദ ചേഞ്ച് നോക്കൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് പൾസസ് കം ക്ലോസർ. ഇവിടെയുള്ള ആവറേജ് സെപ്പറേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ആവറേജ് സെപ്പറേഷൻ കുറവാണ്, പൾസുകൾ അടുത്ത് വന്നു.
എന്നാൽ നെഗറ്റീവ് ആസൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പൾസുകൾ ഫാർ എപ്പാർട്ടായി, മോർ ഫാർ എപ്പാർട്ടായി. ഇപ്പം എന്താണ് പൾസ് പൊസിഷൻ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ? ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സിഗ്നൽ, ആവറേജ് സെപ്പറേഷൻ ബിറ്റ്വീൻ പൾസസ് ഡിക്രീസസ്. ഓക്കെ, ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ആവറേജ് സെപ്പറേഷൻ ബിറ്റ്വീൻ പൾസസ് ഇൻക്രീസസ്. ദാറ്റ് ഈസ് പൾസ് പൊസിഷൻ മോഡുലേഷൻ. സോ ഓർമ്മിച്ച് വെച്ചോളൂ, നമ്മൾ പൾസ് മോഡുലേഷനെ മെയിൻലി രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും പൾസ് ടൈം മോഡുലേഷനും. ദെൻ പൾസ് ടൈം മോഡുലേഷനെ വീണ്ടും ഫർദറായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു പൾസ് വിഡ്ത്ത് മോഡുലേഷനും പൾസ് പൊസിഷൻ മോഡുലേഷനിലും. ഇൻ പൾസ് പൊസിഷൻ മോഡുലേഷൻ amplitude remains the same, but what happens? During the positive half cycle of signal, separation between pulses decreases. During negative half cycle, separation between pulses increases. Okay, that's about PPM. Yes, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, പൾസ് മോഡുലേഷൻ. ദെൻ ദ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുമ്പോൾ പൾസ് കോഡ് മോഡുലേഷൻ. ഈ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ഡിജിറ്റൽ മോഡ് ഓഫ് മോഡുലേഷനാണ്. പൾസ് കോഡ് മോഡുലേഷൻ സിഗ്നൽ ഈസ് ഇൻ ദ ഫോം ഓഫ് സീറോസ് ആൻഡ് വൺസ്. നിങ്ങൾക്കറിയാം ബൈനറി സിസ്റ്റം. ദ ഫോളോയിങ് 3 മോഡുലേഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് PCM സിഗ്നൽ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡുലേഷൻ ടെക്നിക്സ് ചോദിച്ചാൽ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ASK, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് FSK, ദെൻ ഫേസ് ഷിഫ്റ്റ് കീയിങ് PSK. ഓക്കെ, ഇതിൻ്റെ എല്ലാം വേർഷൻസ്, അതായത് 1, 2, 3 വേർഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ PSK 8 എന്ന് പറയുന്ന PSK 8 PSK എന്ന് പറഞ്ഞ മോഡുലേഷൻ ടെക്നിക്കാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈക്ക് മഴവിൽ മനോരമ, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് മൂവി ചാനൽ, അതെല്ലാം വരുന്നത് 8 PSKയിലാണ്. അപ്പോൾ എന്താണ് ഈ ടൈപ്പ് മോഡുലേഷൻ നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ASK. എന്താണ് ASK ടെക്നിക്? 2 different amplitudes of carrier represent 2 binary values of PCM signal. That is presence of carrier of same constant amplitude and 0. 1 ആണ് പ്രസൻസിനെ കാണിക്കുന്നത്, 0 carrier of 0 amplitude. എന്താണ് അതിൻ്റെ മീനിങ്? നോക്കൂ, ദാ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ. ഓക്കെ, ദെൻ ദിസ് ഈസ് അവർ സിഗ്നൽ. ഇതാണ് സിഗ്നൽ. ഇവിടെ എന്താണ്? മോഡുലേറ്റിംഗ് സിഗ്നൽ ഈസ് ഇൻ ദ ഫോം ഓഫ് പൾസസ്, അതായത് ഡിജിറ്റൽ സിഗ്നൽ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിപ്പിച്ചതിലെല്ലാം നമ്മുടെ സിഗ്നൽ അനലോഗ് ആയിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിഗ്നൽ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിഗ്നലാണ്. അതുകൊണ്ടാണ് ഇതിന് ഡിജിറ്റൽ മോഡുലേഷൻ എന്ന് പറയുന്നത്. ASK ഈസ് ആൾസോ കാൾഡ് ഡിജിറ്റൽ മോഡുലേഷൻ. ഇവിടെ നോക്കൂ, ഫസ്റ്റ് വരുന്നത് എന്താ? 0, 0 ലോ വാല്യൂ ആണ്, ലോ വാല്യൂ. അറ്റ് ദാറ്റ് ടൈം സി കാരിയർ ഈസ് ആബ്സെൻറ്റ്, നോ കാരിയർ ഈസ് ദർ. അതായത് 0 കാരിയർ ഓഫ് 0 ആംപ്ലിറ്റ്യൂഡ്. ദെൻ ഹൈ വാല്യൂ വരുന്നു, പോസിറ്റീവ് വാല്യൂ വരുന്നു. ഇപ്പോൾ ഇത് 0 വോൾട്ട് ആണെന്നും ഇതൊരു ഹൈ വോൾട്ടേജ് ആണെന്നും വിചാരിച്ചോളൂ. ആ ഹൈ വോൾട്ടേജ് വരുമ്പോൾ 1, 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു, 1, 1. ആ സമയത്ത് ദാ സി കാരിയർ ഈസ് പ്രസൻറ്റ്. അപ്പോൾ പ്രസൻസ് ഓഫ് കാരിയർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസൻസ് ഓഫ് കാരിയർ എന്ന് പറഞ്ഞാൽ സെയിം കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. പ്രസൻസ് ഓഫ് കാരിയർ എന്ന് പറയുമ്പോൾ അവിടെ സിഗ്നൽ ഹൈ വാല്യൂ ആണ്. ദാ എഗെയിൻ 0 വരുന്നു, നോ കാരിയർ. ദെൻ പോസിറ്റീവ് വരുന്നു, എഗെയിൻ പ്രസൻസ് ഓഫ് കാരിയർ. ദെൻ 0, 0 വരുന്നു, ആബ്സെൻസ് ഓഫ് കാരിയർ, ആബ്സെൻസ് ഓഫ് കാരിയർ. ദെൻ വീണ്ടും പോസിറ്റീവ് വരുന്നു, പ്രസൻസ് ഓഫ് കാരിയർ. സോ low value, low voltage of the modulating signal represented by absence of carrier and high voltage of the carrier represented by presence of carrier, that is ASK. അപ്പോൾ നമ്മുടെ റിസീവറിൽ ഒരു ASK സിഗ്നൽ വന്നാൽ കാരിയർ വന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കണം, വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിഗ്നലിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ്, ഹൈ വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂ എന്ന് പറയേണ്ട ഹൈ വാല്യൂ ആണ്. അതേസമയത്ത് ആബ്സെൻസ് ഓഫ് കാരിയർ ആണ് നമ്മുടെ റിസീവർ ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കണം വരുന്നത് നമ്മുടെ സിഗ്നലിൻ്റെ, അതായത് ഡിജിറ്റൽ സിഗ്നലിൻ്റെ ലോ വാല്യൂ ആണ്. ഇത്രയേ ഉള്ളൂ ASK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് FSK. എന്താണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് എന്ന് പറഞ്ഞാൽ? നോക്കും, ദ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ, ദെൻ മോഡുലേറ്റിംഗ് സിഗ്നൽ,
This is modulating signal. Modulating signal is a digital signal. See, low value, 0, 0 value, low value. Low value, see, carrier is present, but compared to this portion, frequency of this portion is less. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങിൽ ആബ്സെൻസ് ഓഫ് കാരിയർ ആയിരുന്നെങ്കിൽ ഹിയർ എ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി സിഗ്നൽ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി കാരിയർ, യൂഷ്വലി ലെസ് ഫ്രീക്വൻസി. ദെൻ പോസിറ്റീവ് വാല്യൂ വരുന്നു. എന്താ സംഭവിക്കുക? പോസിറ്റീവ് വാല്യൂ വരുമ്പോൾ പോസിറ്റീവ് വാല്യൂ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? സെയിം ഫ്രീക്വൻസി. ദാ നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി, വീണ്ടും പോസിറ്റീവ് വരുമ്പോൾ സെയിം ഫ്രീക്വൻസി, ദെൻ നെഗറ്റീവ് വരുമ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. സോ low value of voltage is represented by a different frequency signal. High value represented by the same frequency. So 1 increase of frequency, 0 frequency unaffected. അങ്ങനെയൊക്കെ ചെയ്യാട്ടോ നമുക്ക്. അതായത് പല രീതിയിലും സെറ്റ് ചെയ്യാം. അതായത് ലോ വാല്യൂ വരുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി മാറിയതായിട്ട് കാണിക്കാം, ഹൈ വാല്യൂ വരുമ്പോൾ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാം, തിരിച്ചും കാണിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇൻ ASK low value means low frequency, means low voltage means absence of carrier. Here no absence, a different frequency signal. That's the difference. Last one, phase shift keying or PSK. എന്താണ് PSK? The phase of the carrier wave is changed in accordance with the modulating data signal. One phase changed by pi, 0 phase remains unchanged. Okay, low value, low voltage of the modulating signal. ഇതാ നമുക്ക് കാരിയർ സിഗ്നൽ അതുപോലെ തന്നെയുണ്ട്. ദെൻ നെഗറ്റീവ് വരുന്നു. വാട്ട് ഹാപ്പൻസ്? നെഗറ്റീവ് വന്നാൽ സി ദിസ് പോയിന്റ്, ദിസ് ഏരിയ, ഫേസ് ചേഞ്ച് ഓഫ് പൈ. അതായത് ഇയാളുടെ ഫേസ് അങ്ങ് ചേഞ്ചായി. എത്ര ഡിഗ്രി? താഴേക്ക് പോകേണ്ട ആൾ മുകളിലേക്ക് പോയി എന്ന് പറയാൻ മീനിങ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. ദാറ്റ് ഈസ് പൈ ഫേസ് ഡിഫറൻസ്. ദെൻ എഗെയിൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സെയിം സിഗ്നൽ, ദെൻ പോസിറ്റീവ് ഫേസ് ഷിഫ്റ്റ്. സോ ഈ ലോ വാല്യൂവിൽ നിന്നും ഹൈ വാല്യൂവിലേക്ക് ചേഞ്ച് ആകുമ്പോൾ അവിടെ എന്ത് വരുന്നു? കാരിയറിന് ഒരു ഫേസ് ചേഞ്ച് വരുന്നു. അത്രയേ ഉള്ളൂ. ആ ഫേസ് ചേഞ്ച് ഡിറ്റക്ട് ചെയ്യാനുള്ള സർക്യൂട്ട് നമ്മുടെ റിസീവറിൽ ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ഈ മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ASK, FSK, PSK സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ മൂന്നും തമ്മിൽ. അപ്പോൾ എന്താണ് ഫേസ് ഷിഫ്റ്റ് കീയിങ്? ലോ വാല്യൂ റെപ്രസെൻറ്റഡ് ബൈ സെയിം സിഗ്നൽ. വെൻ ദ സിഗ്നൽ ചേഞ്ച്ഡ് ഇറ്റ്സ് വാല്യൂ ഫ്രം ലോ ടു ഹൈ വാല്യൂ, there is a shift of 180 degree phase in the carrier. That is PSK. Back to bandwidth of transmission medium. What are the commonly used transmission media? The examples, electrical wires. Electrical wire എന്ന് പറയുമ്പോൾ കോയാക്സൽ കേബിൾ ഉണ്ട്, പാരലൽ വയർ കേബിൾ സിസ്റ്റം ഉണ്ട്, ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉണ്ട്, ദെൻ ഫ്രീ സ്പേസ് വാക്വം, ദെൻ ഫൈബർ. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ പറയുന്നത് ഫൈബർ ഒപ്റ്റിക്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഓരോ മീഡിയം ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ഷുഡ് ബി കെയർ അബൌട്ട് ബാൻഡ് വിഡ്ത്ത്. ആ മീഡിയത്തിന് അല്ലെങ്കിൽ ആ ചാനലിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസി റേഞ്ചിനെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഓക്കെ, ദെൻ നമുക്ക് let me discuss few arrangements for communication channels. First of all, coaxial cable. കേബിൾ ടി വിക്കാരൊക്കെ കണക്ഷൻ തരുന്ന കോയാക്സിൽ കേബിൾ. ഒരു തിക്ക് കോപ്പർ വയർ ഉണ്ടായിരിക്കും, അതിന് ചുറ്റിയിട്ട് ഒരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ളൊരു മീഡിയ ഉണ്ട്, അതിന് ചുറ്റും ഒരു വയർ മെഷ് ഉണ്ട്, ദെൻ വീണ്ടും ഒരു ഇൻസുലേറ്റിംഗ് മീഡിയ ഉണ്ട്. വയർ മെഷ് ഒരു പ്രൊട്ടക്ടറായിട്ട് ആക്ട് ചെയ്യും, ദെൻ ആ കോപ്പർ വയറിലൂടെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് അപ്രോക്സിമേറ്റ്ലി എത്രയേ വരുന്നുള്ളൂ? ബാൻഡ് വിഡ്ത്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി 750 മെഗാഹെഡ്സ്. ഇപ്പോൾ 750 മെഗാഹെഡ്സ് റേഞ്ച് വരെയുള്ള സിഗ്നൽസ്, അതായത് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് അത്രയാണ് അതിൻ്റെ റേഞ്ച്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സച്ച് കേബിൾസ് ആർ നോർമലി ഓപ്പറേറ്റഡ് ബിലോ 18 ഗിഗാഹെഡ്സ്. നിങ്ങൾക്കറിയാം ലേറ്റസ്റ്റായി വരുന്ന സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി 18 ഗിഗാഹെഡ്സ് ഒന്നുമല്ല, അതിന് മുകളിലേക്കൊക്കെ പോകുന്നു.
അപ്പോൾ കൊയാക്സൽ കേബിളിൻ്റെ പെർഫോമൻസ് ഈ 80 GHz കഴിഞ്ഞാൽ വെരി പുവറായിട്ട് മാറും. എന്താ കാരണം അറിയോ? 18 GHz മുകളിലേക്കുള്ള ഫ്രീക്വൻസിയാണ് കൊയാക്സൽ കേബിളിലൂടെ നമ്മൾ കടത്തിവിടുന്നതെങ്കിൽ അതിലൂടെ പോകുന്ന കറണ്ട് കാരണം വയർ ചൂടാവുകയും റേഡിയേഷൻ ലോസ്, അതായത് ജൂൾസ് ഓഫ് ഹീറ്റിംഗ് അനുസരിച്ച് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും. ആ ഹീറ്റ് എനർജി സറൗണ്ടിങ്സിലൂടെ ഡിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എബവ് 18 GHz this coaxial cable is not a best mechanism. അതുപോലെ തന്നെ സറൗണ്ടിങ്സ് എന്ന് വരുന്ന സറൗണ്ടിങ് സിഗ്നൽ എയറിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന സിഗ്നൽസ് ഈ കോപ്പർ വയറിലൂടെ പോകുന്ന സിഗ്നൽസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വി പുട്ട് എ ഷീൽഡ് ഓവർ ദ വയർ. നമ്മളതൊരു വയർ മെഷ് ഫോമിലാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട പോയിന്റ് ഇതാണ്, ബാൻഡ് വിഡ്ത്ത് ഈസ് അറൌണ്ട് 750 MHz and such cables are normally operated below 18 GHz. Then communication through free spaceലോട്ട് വരും. മെയിൻലി നമ്മൾ ഫ്രീ സ്പേസിൽ യൂസ് ചെയ്യുന്ന റേഡിയോ വേവ്സും മൈക്രോവേവ്സും അവരുടെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് KHz ടു ഫ്യൂ GHz. ഏകദേശം ഒരു KHz റേഞ്ചിലുള്ളവരെയും എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും, മെഗാഹെഡ്സും കഴിയും, ഗിഗാഹെഡ്സും കഴിയും. കമ്പാരിറ്റീവ്ലി എയർ ഓർ വാക്കോത്തിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്. ഒരുപാട് റേഞ്ച് ഓഫ് ഫ്രീക്വൻസികളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും ആർക്ക്? എയർ ഓർ വാക്വം. നമുക്ക് തന്നെ അറിയാം, നമ്മൾ കാണുന്ന കേബിൾ ടി വി ചാനൽസ്, അതുപോലെ തന്നെ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഐഡിയ, വോഡാഫോൺ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഡിഫറെൻറ്റ് ബാൻഡ് വിഡ്ത്തുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ബാൻഡ് വിഡ്ത്തുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചാനലാണ് എയർ ഓർ വാക്വം. അതായത് സ്പെക്ട്രം ഈസ് ടു ലാർജ് എന്ന് പറയും. ലാർജ് സ്പെക്ട്രം, ആ സ്പെക്ട്രത്തിൽ മെനി ബാൻഡ് വിഡ്ത്ത്, ആ ബാൻഡ് വിഡ്ത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ യൂസിങ് ഫൈബേഴ്സ് പെർഫോംഡ് ഇൻ ദ ഫ്രീക്വൻസി റേഞ്ച് 1 terahertz to 1000 terahertz. ഗിഗയൊന്നുമല്ല, അതിൻ്റെയൊക്കെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെരി ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മീഡിയം എന്ന് പറയുമ്പോൾ ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ലേറ്റസ്റ്റ് ആയിട്ട് ഫോറിൻ കൺട്രികളിലെല്ലാം കമ്മ്യൂണിക്കേഷൻ അവർ നടത്തുന്നത് ഇതിലൂടെയാണ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിലൂടെയാണ്. ഇപ്പോൾ ഈവൻ കേരളയിൽ പോലും നിങ്ങൾ കണ്ടു, കേരള ഒപ്റ്റിക് ഫൈബർ കണക്ഷൻ വരുന്നു. അതായത് നിങ്ങൾ K-ഫോൺ എന്ന് പറഞ്ഞ ഒരു ഇത് നിങ്ങൾ കേട്ടിരിക്കും. അതിനകത്ത് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ത്രൂ ഔട്ട് കേരള ദേ ആർ കണക്ടിങ് ഡിഫറെൻറ്റ് ലൊക്കേഷൻ യൂസിങ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ദ മെയിൻ അട്രാക്ഷൻ ഈസ് യൂസിങ് ഒപ്റ്റിക്കൽ ഫൈബർ വി വിൽ ഗെറ്റ് ലാർജ് ബാൻഡ് വിഡ്ത്ത്. ഒരുപാട് ഫ്രീക്വൻസീസിന് അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സെൻഡ് ചെയ്യാൻ കഴിയും വിത്തൗട്ട് എനി ഇൻ്റർഫറൻസ്. സോ ദ ബെസ്റ്റ് മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരുന്നത് ഒരു പക്ഷേ ആരായിരിക്കും? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അൾട്രാവയലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വൈഡ് റേഞ്ച് ഫ്രീക്വൻസി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന അറേഞ്ച്മെൻ്റ് ആണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഓർമ്മിച്ച് വെച്ചോളൂ, ഈ വാല്യൂ ഓർമ്മിക്കണം. 1 terahertz to 1000 terahertz റേഞ്ചിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അറേഞ്ച്മെൻ്റ് ആണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. എയർ അല്ലെങ്കിൽ വാക്വത്തിനൊന്നും അത്ര വലിയ ബാൻഡ് വിഡ്ത്ത് ഇല്ല. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, എയർ ഈസ് എ ചാനൽ, വി ക്യാൻ ട്രാൻസ്മിറ്റ് സിഗ്നൽ ത്രൂ എയർ ഓർ വാക്വം. അപ്പോൾ എയറിലോട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് സർവീസുകൾ പറയാം. സ്റ്റാൻഡേർഡ് AM ബ്രോഡ്കാസ്റ്റ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, സ്റ്റാൻഡേർഡ് AM ബ്രോഡ്കാസ്റ്റ്. ലോ ഫ്രീക്വൻസിയാണ് കമ്പാരിറ്റീവ്ലി. നോക്കൂ നിങ്ങൾ, 540 to 1600 KHz റേഞ്ചിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് AM ബ്രോഡ്കാസ്റ്റ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മോർണിംഗിലൊക്കെ കേൾക്കുന്ന ന്യൂസ്, ആകാശവാണി തൃശ്ശൂർ, ആകാശവാണി കോഴിക്കോട്, അതെല്ലാം സ്റ്റിൽ ദേ ആർ യൂസിങ് സ്റ്റാൻഡേർഡ് AM ബ്രോഡ്കാസ്റ്റ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ലോ ഫ്രീക്വൻസിയാണ്, 540 to 1600 KHz ആണ്. KHz. ദെൻ FM ബ്രോഡ്കാസ്റ്റ്, കമേഴ്ഷ്യൽ FM ബ്രോഡ്കാസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, അതൊരു സെർട്ടൈൻ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. 88 to 108 MHz ആണ്. 88 കിലോയ്ക്ക് പകരം ഇവിടെ മെഗയാണ് കേട്ടോ. അപ്പോൾ കുറേ റേഞ്ച് കിട്ടും. 88 തൊട്ട് 108 MHz വരെ കമേഴ്ഷ്യൽ FM ബ്രോഡ്കാസ്റ്റ് ആണ് ആ റേഞ്ചിൽ വരുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ കാണുന്ന ചാനൽസ് റെഡ് FM 91.1 MHz, വെൽ ഇൻസൈഡ് ഇൻ ദിസ് റീജിയൻ. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ FM 95, ദെൻ 104.8, എല്ലാം കിടക്കുന്നത് ഈ റേഞ്ചിനകത്താണ്, 88 to 108 MHz. അത് നിങ്ങൾ ഇന്ത്യയിലായാലും അല്ലെങ്കിൽ ഫോറിൻ കൺട്രി ആയാലും എവിടെ പോയാലും FM ബ്രോഡ്കാസ്റ്റ് നടക്കുന്നത് ഈ റേഞ്ചിനകത്താണ്, 88 to 108 MHz.
അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം ഇത്രയും ഒരു ചെറിയ റേഞ്ചിനകത്ത് ഒരുപാട് ചാനൽസ് വന്നാൽ എന്ത് സംഭവിക്കും? ഇത് റീജിയൻ വൈസ് ആണ്. നിങ്ങൾ നോക്കിയറിയാം തൃശ്ശൂർ FM സ്റ്റേഷൻ്റെ ഫ്രീക്വൻസി ലിമിറ്റഡ് ടു എ സെർട്ടൈൻ ഏരിയ ഓൺലി. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, കമേഴ്ഷ്യൽ FM ബ്രോഡ്കാസ്റ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റേഞ്ച് ചോദിച്ചാൽ 88 to 108 MHz. ദെൻ നമ്മൾ ടെലിവിഷനിലേക്ക് വരുമ്പോൾ കുറേ റേഞ്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ടി വിയിൽ ഉപയോഗിക്കുന്ന VHF TV, UHF TV ഉപയോഗിക്കുന്നുണ്ട്. ആ റേഞ്ചുകൾ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. 54 to 78 MHz വെരി ഹൈ ഫ്രീക്വൻസി, 76 to 88 TV, 174 to 216 MHz UHF, 420 to 890 MHz TV. ദെൻ സെല്ലുലാർ മൊബൈൽ റേഡിയോ, ഇതൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്, എന്നാലും ഓർമ്മിച്ച് വെച്ചോളൂ മൊബൈലിൻ്റെ ഏകദേശ റേഞ്ച് ഇതാണ് 896 to 901 MHz. ബേസ് സ്റ്റേഷൻ ടു മൊബൈലും മൊബൈൽ ടു ബേസ് സ്റ്റേഷനും ജസ്റ്റ് ഓർമ്മിച്ച് വയ്ക്കാം. ദെൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മെഗയല്ല, പകരം ഗിഗയായി. കണ്ടോ ഗിഗ? ഇവിടെ അപ്ലിങ്ക് എന്ന് കാണാം. അപ്ലിങ്ക് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്രീക്വൻസി, അത് കമ്പാരിറ്റീവ്ലി വലിയ വാല്യൂ ആണ്. ഡൗൺ ലിങ്കിങ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ വേറെ വാല്യൂ ആണ്. കണ്ടോ 3.7 to 4.2, ഇവിടെ 5, ഇവിടെ 3 വരുന്നുള്ളൂ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അപ്പ് ലിങ്കിങ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ. എന്തിനാണ് ഫ്രീക്വൻസി ഡിഫറൻ്റ് ആക്കി എടുക്കുന്നത്? ഇപ്പോൾ സാറ്റലൈറ്റിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന സിഗ്നലും താഴേക്ക് വരുന്ന സിഗ്നലും തമ്മിൽ ഇൻ്റർഫിയർ ചെയ്ത് സ്റ്റാൻഡിംഗ് വേവ് ഒന്നും ഫോം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പ് ലിങ്കിങ് ഫ്രീക്വൻസി ഈസ് ഡിഫറൻറ്റ് ആസ് ദാറ്റ് ഓഫ് ഡൗൺ ലിങ്കിങ് ഫ്രീക്വൻസി. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവണം, ഏകദേശം റേഞ്ചുകൾ ഏതാണെന്ന് ഓർമ്മിക്കണം. ഇതിൽ FM ബ്രോഡ്കാസ്റ്റ് ഓർമ്മിച്ച് വെച്ചോളൂ. 88 to 108 MHz റേഞ്ചിലാണ് നമ്മൾ കമേഴ്ഷ്യൽ FM ബ്രോഡ്കാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസി ബാൻഡ്സ്, സർവീസ് ഫ്രീക്വൻസി ബാൻഡ്സ് ആൻഡ് ഓൾ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തത് ട്രാൻസ്മിറ്ററിനെ കുറിച്ച് പറഞ്ഞു, അതിലുള്ള കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ബാൻഡ് വിഡ്ത്ത് പറഞ്ഞു. ദെൻ ട്രാൻസ്മിഷൻ മീഡിയത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ബാൻഡ് വിഡ്ത്തിനെ കുറിച്ചും പറഞ്ഞു. ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് മോഡുലേഷൻ ടെക്നിക്സ് പറഞ്ഞു. അതിൽ ട്രാൻസ്മിഷനും ഡിറ്റക്ഷനെ കുറിച്ചും ബ്രീഫായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ ആ ഭാഗം NCERT ബേസ്ഡ് ആയിട്ട് മാത്രം വായിക്കുക. കാരണം ഔട്ട് ഓഫ് സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളത് ഫോർ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ, എൻട്രൻസ് പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾ പ്യൂർലി NCERT ബേസ്ഡ് ആയിട്ട് മാത്രം പഠിക്കുക. ദെൻ നമുക്ക് ഇനി പറയാനുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ? ഗ്രൗണ്ട് വേവ്, സ്കൈ വേവ്, സ്പേസ് വേവ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമായിട്ട്.